നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവളെയും കൊണ്ടല്ലാതെ വൈശാഖി ഈ മുറ്റത്തുനിന്ന് പോവില്ല. ഇവളുടെ അനുവാദം ഇല്ലാതെ നീ ഇവളുടെ ദേഹത്ത് തൊടില്ല. എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. വാടിങ്ങോട്ട് വരാൻ. ഇറങ്ങിപ്പോടോ. അത്രയ്ക്കാണോ? അയ്യേ, എന്തോ അളിയോടെ പ്രശ്നം? ഇയാളെന്നെ തല്ലി. എന്തായത്? കാർത്തി എന്റെ കൊച്ചുമോനല്ലേ, വൈശാഖന്റെ കുഞ്ഞളിയൻ. ഞാനിപ്പോ ആരുടെ പ്രശ്നം നിൽക്കുക അല്ലേ മാലതി? വന്നേ, ചോദിക്കട്ടെ, കാർത്തിക്ക് നിന്നെ തല്ലാൻ എന്താ കാര്യം? ഞാൻ അവളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞേരാ. ഏയ്, അതിനൊന്നും കാർത്തി അങ്ങനെ തല്ലൂലല്ലോ. ഇവളുടെ പെർമിഷൻ ഇല്ലാതെ ഇവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് കാർത്തി പറഞ്ഞിട്ടുണ്ടാവും. ACP അങ്ങനെ തന്നെയാ പറഞ്ഞത്. ചെറിയ കേട്ടല്ലോ. ഇയാളുടെ കൂടെ ഞാൻ പോവില്ല. ഇയാൾ അത്രയേറെ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഓ, അപ്പൊ അതാണ് കാര്യം. ഇവക്ക് അളിയനെ വേണ്ട, ഇവിടെയും വേണ്ട. എങ്കിലും ഇവിടെ അഭയം ചോദിച്ചു വന്ന ഇവൾക്ക് ഇഷ്ടമില്ലാത്തൊരുത്തന്റെ കൂടെ ഞങ്ങളെ വിടത്തില്ല. അതല്ലേ മാലതി അതിന്റെ ന്യായം? അതാണ് ന്യായം ജഗദീഷേട്ടാ. കേട്ടല്ലോ, നിന്റെ നേർപ്പെങ്ങളും അങ്ങനെ തന്നെയാ പറയുന്നത്. അപ്പോ അതങ്ങനെ തന്നെ. പക്ഷേ ജഗദീഷ് അളിയന് വൈശാഖ് അളിയനോട് ചെറിയൊരു കണക്കുണ്ട്. ഇത് എന്റെ കുടുംബത്ത് കയറി മര്യാദകേട് കാണിച്ചതിന്, എന്റെ പൊന്നുമോൻ കാർത്തിയുടെ ഹൃദയം തകർത്തത്. ബലം പിടിക്കല്ലേ, തീർന്നിട്ടില്ല അളിയാ. അടുത്ത വെടി പൊട്ടുന്നത് നിന്റെ നെഞ്ചത്തോട്ടായിരിക്കും. ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ. ഇറങ്ങിപ്പോടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.